അഞ്ജൂസ് ടാലൻറ്റ് ഹബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാന്ദ്രദിനം എല്ലാ വർഷവും ജൂലൈ 20-നാണ് ആചരിക്കുന്നത്. 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്ര നേട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. ബഹിരാകാശ ഗവേഷണത്തിൻ്റെയും മനുഷ്യൻ്റെ ശാസ്ത്ര പുരോഗതിയുടെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ഈ ദിനത്തിൽ നമുക്ക് ചാന്ദ്രദിന ക്വിസിലൂടെ അറിവ് പരീക്ഷിക്കാം. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. ചന്ദ്രന് സ്വന്തം പ്രകാശമുണ്ടോ? ഉത്തരം ഇല്ല. ചന്ദ്രൻ പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നതിനാൽ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ ഏകദേശം എത്ര ദിവസം എടുക്കും? 27.3 ദിവസം. ഒരു പൗർണമിയിൽ നിന്ന് അടുത്ത പൗർണമി വരെ എത്ര ദിവസം? ഏകദേശം 29.5 ദിവസം. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഭൂമിയുടേതിൻ്റെ എത്ര ഭാഗമാണ്? 1/6. ചന്ദ്രനിൽ വായുമണ്ഡലം ഉണ്ടോ? ഉത്തരം ഇല്ല. വളരെ നേർത്ത എക്സോസ്ഫിയർ മാത്രമേയുള്ളൂ. ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ വലിയ കുഴികളെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ക്രേറ്ററുകൾ. ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം ഏകദേശം 3,84,400 കിലോമീറ്റർ. ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ്? ഉത്തരം ഏകദേശം 3,474 കിലോമീറ്റർ. ചന്ദ്രൻ്റെ ആകൃതി എന്താണ്? ഉത്തരം ഗോളാകൃതി. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപരിതല പദാർത്ഥം എന്താണ്? ഉത്തരം റെഗോളിത്ത്. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എപ്പോൾ? ഉത്തരം ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോൾ. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എപ്പോൾ? ഉത്തരം ചന്ദ്രൻ സൂര്യനും ഭൂമിയും ഇടയിൽ വരുമ്പോൾ. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം പ്രധാനമായും ഏത് പ്രകൃതി പ്രതിഭാസത്തെ സ്വാധീനിക്കുന്നു? ഉത്തരം വേലിയേറ്റവും വേലിയിറക്കവും. ചന്ദ്രനിൽ പാദമുദ്രകൾ ദീർഘകാലം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം കാറ്റും മഴയും ഇല്ലാത്തതിനാൽ. ചന്ദ്രൻ്റെ മറുവശത്തെ ഇംഗ്ലീഷിൽ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഫാർ സൈഡ് ഓഫ് ദി മൂൺ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം സെലിനോളജി. ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന താപനില ഏകദേശം എത്രയാണ്? ഉത്തരം 127 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിലെ ഏറ്റവും കുറഞ്ഞ താപനില ഏകദേശം എത്രയാണ്? ഉത്തരം -173 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിൽ ഒരു ദിവസം, അതായത് സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ ഏകദേശം എത്ര ഭൂമി ദിവസമാണ്? ഉത്തരം ഏകദേശം 29.5 ദിവസം. ചന്ദ്രൻ്റെ പ്രായം ഏകദേശം എത്രയാണ്? ഏകദേശം 4.5 ബില്യൺ വർഷം. ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഏറ്റവും വ്യക്തമായി കാണുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏത്? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ്? ഉത്തരം PSLV-C11. ചന്ദ്രയാൻ 1-ന്റെ പ്രധാന നേട്ടം എന്താണ്? ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യത്തിന് തെളിവുകൾ കണ്ടെത്തി. ചന്ദ്രയാൻ 1 ദൗത്യം നടത്തിയത് ഏത് സ്ഥാപനമാണ്? ഉത്തരം ISRO. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വർഷം ഏത്? ഉത്തരം 2019 ജൂലൈ 22. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച റോക്കറ്റ് ഏത്? ഉത്തരം GSLV-MK3. ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേര് എന്താണ്? ഉത്തരം വിക്രം. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേര് എന്താണ്? ഉത്തരം പ്രജ്ഞാൻ. ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ വിജയകരമായ ഭാഗം ഏതാണ്? ഉത്തരം ഓർബിറ്റർ.
ചന്ദ്രയാൻ 2 ലാൻഡർ എന്തുകൊണ്ട് വിജയിച്ചില്ല? ഉത്തരം സോഫ്റ്റ് ലാൻഡിങ്ങിന് തൊട്ടുമുമ്പ് ആശയവിനിമയം നഷ്ടപ്പെട്ടു. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വർഷം ഏത്? ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ തീയതി? ഉത്തരം 2023 ഓഗസ്റ്റ് 23. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച റോക്കറ്റ് ഏത്? ഉത്തരം LVM-3M4. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗും റോവർ പ്രവർത്തനവും. ചാങ്ങി ദൗത്യങ്ങൾ നടത്തുന്ന രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ചാങ്ങി പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് ആരുടെ പേരിലാണ്? ഉത്തരം ചൈനീസ് ചന്ദ്രദേവതയായ ചാങ്ങി. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ എത്തിച്ച ദൗത്യം ഏതാണ്? ഉത്തരം അപ്പോളോ 11. ചന്ദ്രനിൽ മനുഷ്യർ അവസാനമായി ഇറങ്ങിയ ദൗത്യം ഏതാണ്? ഉത്തരം അപ്പോളോ 17. ചന്ദ്രനിൽ നടന്ന എല്ലാവരും ഏത് രാജ്യക്കാരാണ്? ഉത്തരം അമേരിക്ക. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ഉത്തരം ISRO. ISRO എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം 1969. ISRO സ്ഥാപിച്ചത് ആര്? ഉത്തരം വിക്രം സാരാഭായ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ V നാരായണൻ. ചാന്ദ്രദിനത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കായി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ഷോർട്സുകൾ കാണൂ. ഇനിയും ഇത്തരം വീഡിയോകൾക്കായി അഞ്ജൂസ് ടാലൻറ്റ് ഹബ് സബ്സ്ക്രൈബ് ചെയ്യൂ.